അദ്ദേഹം പോകുന്ന യാത്രകളെല്ലാം തന്നെ അതിലൊരു മെസ്സേജുണ്ട്. തിരുവനന്തപുരത്തും ആ മെസ്സേജുണ്ട്. മോദി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മഹാനഗരമായിട്ട് മാറും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ അതിൻ്റെ പാക്കേജിൽ, അവരുടെ ആ ബജറ്റിൻ്റെ പാക്കേജിൽപ്പെട്ട കാര്യങ്ങളിൽ എന്താണ്, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം തൊഴിൽ. നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം തലസ്ഥാന നഗരം എല്ലാവർക്കും തൊഴിലൊന്നുമില്ല. ചെങ്കൽച്ചൂള കോളനിയിൽ വിദ്യാഭ്യാസവും അതുപോലെ തൊഴിലുമില്ലാത്ത എത്രയോ പേരുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവർക്കെന്നല്ല പറയുന്നത്, അഭ്യസ്ത വിദ്യാർക്ക് തൊഴിലല്ല പറയുന്നത്. 18 വയസ്സോട് തികഞ്ഞ ഏതൊരാൾക്കും, നിരക്ഷരനാണെങ്കിൽ കൂടി തൊഴിലിനുള്ള സാഹചര്യം വി രാജേഷ് വിചാരിച്ചാൽ അത് അവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അദ്ദേഹം പ്രത്യേകം കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന ഗവൺമെൻറ് നടത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ദേശീയ ഗവൺമെൻറ് നടത്തേണ്ട കാര്യങ്ങൾ അവിടെ ഒരു മേയർ നിർവഹിപ്പിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.